പണ്ട് നാരദർ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് മായയെക്കുറിച്ചറിയാൻ നാരദർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്താണ് ഈ മായ? അദ്ദേഹം ആലോചിച്ച് നടക്കുകയായിരുന്നു. എല്ലാവരും പറയും, എവിടെ പോയാലും പറയും, അത് ഭഗവാന്റെ മായയാണ് എന്ന്. അങ്ങനെ മായയെക്കുറിച്ചറിയാൻ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. നാരായണ നാരായണ നാരായണ. ഭഗവാനെ കണ്ട മാത്രയിൽ നാരദർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, എനിക്ക് മായയെക്കുറിച്ച് അറിയണമെന്നുണ്ട്. അങ്ങ് എനിക്ക് അതിന് ഒരു വിവരണം നൽകിയാലും. ഭഗവാൻ പറഞ്ഞു, നാരദരെ, മായയെക്കുറിച്ച് പറഞ്ഞാൽ അത് അങ്ങേക്കും മനസ്സിലാവില്ല. അങ്ങേക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. മായ എന്നത് അനുഭവിച്ചറിയേണ്ടതാണ്. എങ്കിൽ എനിക്ക് ഒന്ന് ആ അനുഭവം തരൂ. എനിക്ക് മായയെക്കുറിച്ച് അറിഞ്ഞേ തീരൂ. ഓ, എങ്കിൽ നമുക്ക് കുറച്ചു നേരം നടക്കാം, ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാനും ഭക്തനായ നാരദനും കൂടി കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാരദരെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അങ്ങ് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരൂ, ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഭഗവാൻ ഒരു മരത്തണലിൽ ഇരുന്നു. നാരദർ വെള്ളം അന്വേഷിച്ച് അല്പദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ വീട് കണ്ടു. ആ വീടിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആ സ്ത്രീയെ കണ്ട മാത്രയിൽ നാരദർ താനൊരു സന്യാസിയാണെന്നും താനൊരു ബ്രഹ്മചാരിയാണെന്നുമുള്ള കാര്യം മറന്നുപോയി. അങ്ങനെ ആ സ്ത്രീയുടെ അച്ഛനോട് സമ്മതം ചോദിച്ച് അദ്ദേഹം ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ സുഖകരമായ ദിവസങ്ങൾ കടന്നുപോയി. ആ വീട്ടിൽ തന്നെ അദ്ദേഹം താമസമാക്കി. അങ്ങനെ അദ്ദേഹത്തിന് 3-4 പിള്ളേരുണ്ടായി. അദ്ദേഹം അവിടെ കൃഷി ചെയ്തും പശുക്കളെ വളർത്തിയും ജീവിതം സുഖകരമായി ആനന്ദിച്ചു. അദ്ദേഹവും ഭാര്യയും മക്കളുമുള്ള ആ കുടുംബം സ്വർഗതുല്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രളയം വന്നത്. ഗംഭീരമായ കാറ്റും മഴയും. വെള്ളം കൂടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഭാര്യയെയും മക്കളെയും മുറുകെ പിടിച്ച് നീന്താൻ തുടങ്ങി. ഉറക്കെ കരഞ്ഞു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ അലറി നിലവിളിച്ച് അദ്ദേഹം നീന്തി തുടങ്ങി. ഓരോരോ പുത്രന്മാരെയായി അയാൾക്ക് നഷ്ടപ്പെട്ടു. അയാൾ വളരെയധികം വിഷമിച്ചു. അവസാനം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും തൻ്റെ കൈവിട്ടുപോയി. അദ്ദേഹം അലറി വിളിച്ച് വീണ്ടും നീന്തൽ തുടങ്ങി. അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം എത്തി. അപ്പോഴാണ് ഒരു ആലിലയിൽ, ചെറിയ ഒരു ആലിലയിൽ ഒരു നീല പ്രകാശം അദ്ദേഹം കണ്ടത്. അത് ലക്ഷ്യമാക്കി അദ്ദേഹം നീന്തി തുടങ്ങി. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്, ആ ആലിലയിൽ ഉണ്ണിക്കണ്ണനാണ് കിടക്കുന്നത് എന്ന്. കാൽവിരൽ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്, ആലില കൃഷ്ണനെ. അദ്ദേഹം എല്ലാം മറന്ന് ഉണ്ണിക്കണ്ണന് തൊടാൻ വേണ്ടി കൈ നീട്ടി. പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പോഴാണ് അദ്ദേഹം താൻ വെള്ളത്തിലല്ല നിൽക്കുന്നത് എന്നും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ മക്കളെയും ഭാര്യയെയും വിളിച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്ഥലകാല ബോധമുണ്ടായി. അയ്യോ, ഭഗവാന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്? ഒരു 12 വർഷക്കാലം കഴിഞ്ഞു പോയല്ലോ, ഇനി എന്തു ചെയ്യും? അദ്ദേഹം നേരെ ഓടിപ്പോയി നോക്കിയപ്പോൾ ഭഗവാൻ അതാ ആ വൃക്ഷത്തണലിൽ ഇരിക്കുന്നു. നാരദരെ, താങ്കൾ എങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു? കുറച്ചു നേരമായല്ലോ താങ്കൾ പോയിട്ട്. എവിടെയായിരുന്നു? ഭഗവാനെ, ഞാൻ പോയിട്ട് 12 വർഷമായല്ലോ. ഭഗവാനോട് നാരദർ തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. തൻ്റെ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ട കഥ വിവരിച്ചു. ഭഗവാൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാരദരെ, അതാണ് മായ. ഈ ഉണ്ടായതെല്ലാം താങ്കളുടെ തോന്നലാണ്. ഈ ഉണ്ടായതെല്ലാം മായയാണ്.
താങ്കൾ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും നാരദരാണ്, ബ്രഹ്മചാരിയാണ്. അപ്പോൾ നാരദരുടെ മായയുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് മായ.